ഇപ്പോൾ BJP RSS നേതാക്കളുടെ വോട്ട് അത് ആലത്തൂർ മണ്ഡലത്തിലെ RSS നേതാവ് ഷാജി വരവൂരിനും ഭാര്യയ്ക്കും തൃശൂരിലും വോട്ടുണ്ട് എന്ന കണ്ടെത്തൽ, ഈ കണ്ടെത്തലിനോട് ഇവരുടെ പ്രതികരണം എന്താണ്? രണ്ടിടത്തും ഓരോ സമയങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന ആലോചനയിലായിരുന്നു. സ്മൃതി, ഇത്തരത്തിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് തൃശൂർ മണ്ഡലത്തിലേക്ക് BJPയും RSSും കൂടുതൽ വോട്ടർമാരെ കൊണ്ടുവന്ന് ചേർത്തു എന്നതിനപ്പുറം മറ്റ് മണ്ഡലങ്ങളിലെ വോട്ട് അതേപോലെ നിലനിർത്തി. അതോടൊപ്പം ഇരട്ട വോട്ട് എന്ന നിലയിൽ തൃശ്ശൂരിലും വോട്ട് ചേർത്തവരുമുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നത്. ഇതിൽ സാധാരണ പ്രവർത്തകർ മാത്രമല്ല, BJPയുടെയും RSSിൻ്റെയും നേതാക്കൾ, പ്രധാന ഭാരവാഹികളടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പൂങ്കുന്നത്തെ ചില ഫ്ളാറ്റുകളിൽ ഇത്തരത്തിൽ അനധികൃതമായി വോട്ട് ചേർത്തിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പുതിയ ചില പേരുകൾ വന്നിരിക്കുന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ചേലക്കര നിയോജക മണ്ഡലത്തിലെ വരവൂർ പഞ്ചായത്തിലെ നടത്തറയിലെ ഷാജി എന്ന ആളും അതോടൊപ്പം തന്നെ ഷാജിയുടെ ഭാര്യയായ ദീപ്തിയുമാണ്. ഇവരുടെ രണ്ടുപേരുടെയും പേരിൽ പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഇൻലൻഡ് ഉദയ എന്ന ഫ്ളാറ്റിൽ 1D എന്ന അഡ്രസ്സിൽ വോട്ട് ചേർത്തിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. ഭാരതീയ വിചാര കേന്ദ്രം സെക്രട്ടറി കൂടിയാണ് ഷാജി വരവൂർ. ഇൻലാൻഡ് ഉദയയിൽ ഇദ്ദേഹം താമസിച്ചിരുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികളും മറ്റും പറയുന്നത്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇദ്ദേഹത്തിൻ്റെ പേര് ചേർക്കുകയായിരുന്നു. അതേസമയം വരവൂരിൽ അദ്ദേഹത്തിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ടുമില്ല. വരവൂരിൽ ഗവൺമെൻറ് ITIയിൽ അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ട് താനും. അത്തരത്തിൽ ഇരട്ട വോട്ട് എന്ന ആരോപണം കൂടി വന്നിരിക്കുകയാണ്. ഈ രണ്ട് സ്ഥലത്തും അദ്ദേഹം വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട BJP RSS നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൂടിയാണ്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായി പ്രവർത്തിക്കുന്ന, സജീവമായി നിലപാടെടുക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ യോഗ അധ്യാപകരാണ്, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ മേഖലാ സെക്രട്ടറിയാണ്. ഇത്തരത്തിൽ നിരവധി ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന ആളുകൂടിയാണ് ഈ ഷാജി വരവൂർ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ആക്ഷേപം വന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടുമില്ല. സ്മൃതി, ശരി. വിവിധ പ്രതികരണങ്ങൾ വരുമ്പോൾ ചിലത് പ്രതികരണമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സുരേഷ് ഗോപി ഈ ഘട്ടം വരെയും ഈ ക്രമക്കേടുകളോട് പ്രതികരിച്ചിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്.